നമസ്കാരം. ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ച ഉപാധികൾ ഇറാൻ പുതുക്കി നൽകിയേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ആണവ വിഷയം ഏറ്റവും അവസാനം മാത്രം പരിഗണിക്കും എന്ന തരത്തിലുള്ള ഉപാധികൾ അമേരിക്ക തള്ളി എന്ന സൂചനകൾക്കിടെയാണ് ഈ പുതിയ നീക്കം. മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ GCCയെ ആകെ ബന്ധിപ്പിച്ചിട്ടുള്ള എണ്ണ പൈപ്പ് ലൈൻ ഉൾപ്പെടെ ഒറ്റക്കെട്ടായുള്ള പദ്ധതികൾ ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് GCC രാജ്യങ്ങൾ. അന്താരാഷ്ട്ര വിപണിയിലേക്ക് കൂടുതൽ എണ്ണ എത്തിക്കാൻ ലക്ഷ്യമിട്ട് ഒപെക് വിടാനുള്ള UAE തീരുമാനമെന്നും പ്രസ്താവനകൾ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും കാര്യമായ ചലനങ്ങൾ ഇല്ല എങ്കിലും ചർച്ചകൾക്കുള്ള വഴി ഇനിയും തുറന്നു തന്നെ കിടക്കുന്നു എന്നാണ് വിവിധ മേഖലകളിലെ ഇടപെടലുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനെ ആക്രമിക്കില്ലെന്ന സുരക്ഷാ ഗ്യാരണ്ടി ലഭിച്ചാൽ ഹോർമുസ് തുറക്കുന്നതും ആണവ വിഷയവും പരിഗണിക്കാമെന്ന് ഇറാന്റെ ഉപാധി അമേരിക്ക തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവ പുതുക്കി നൽകാൻ ഇറാൻ ഒരുങ്ങുന്നു എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പരമോന്നത നേതാവായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും ഇത് എന്നും പറയപ്പെടുന്നു. അതേസമയം ഇറാനെ സാമ്പത്തിക ഉപരോധം ഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിഴൽ ബാങ്കിംഗ് നെറ്റ്വർക്കിംഗ് വഴി ഫണ്ട് എത്തിച്ച് 35 കമ്പനികൾക്കും വ്യക്തികൾക്കും കൂടി അമേരിക്ക ഉപരോധം ചുമത്തിയിരിക്കുകയാണ്. ഹോർമൂസിൽ പണം പിരിക്കുന്നത് അംഗീകരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം നടന്ന GCC ഉച്ചകോടിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ഭീഷണി മറികടക്കാൻ GCCയുടെ സൈനിക ഏകീകരണം, GCCയെ ബന്ധിപ്പിച്ചിട്ടുള്ള എണ്ണ ഗ്യാസ് പൈപ്പ് ലൈൻ, റെയിൽ നെറ്റ്വർക്ക്, GCCയിലാകെ എത്തുന്ന ശുദ്ധജല സംവിധാനം, വൈദ്യുതി ശൃംഖല എന്നിവയാണ് GCC ആലോചിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾക്ക് എതിരെ മുന്നറിയിപ്പ് സംവിധാനം, തന്ത്രപ്രധാനമായ കരുതൽ ശേഖരവും ആലോചിക്കുന്നുണ്ട്. ഒപെക് വിടാനുള്ള UAE പ്രഖ്യാപനം GCCയിൽ ഇപ്പോഴും വലിയ ചർച്ചയാവുകയാണ്. തങ്ങളുടെ ഉൽപാദന ശേഷി തിരിച്ചറിഞ്ഞും വിപണിയിലെ ആവശ്യകത മനസ്സിലാക്കിയുമാണ് തീരുമാനമെന്നാണ് വിവിധ UAE മന്ത്രിമാർ വ്യക്തമാക്കിയത്. അതേസമയം ഇറാനുമായുള്ള തർക്കത്തിൽ നേരിട്ടുള്ള സൈനിക ആക്രമണത്തിന് പകരം ദീർഘകാല സാമ്പത്തിക ഉപരോധത്തിലൂടെ രാജ്യത്തെ തളർത്തിക്കെടുത്താനാണ് അമേരിക്കയുടെ നീക്കം. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുവാനും വരുമാന സ്രോതസ്സുകൾ തകർക്കുവാനും ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ട്രംപ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമൂസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ചാണ് അമേരിക്കയുടെ നീക്കങ്ങൾ ശക്തമാകുന്നത്. ഈ പാതയിലൂടെയുള്ള ഇറാന്റെ എണ്ണക്കപ്പലുകളുടെ സഞ്ചാരം നിയന്ത്രിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ഏക വരുമാന മാർഗമായ എണ്ണ കയറ്റുമതി തടയുകയാണ് ലക്ഷ്യം വെക്കുന്നത്. അമേരിക്ക ഉപരോധം കർശനമാക്കിയതോടെ ഇറാന്റെ എണ്ണ വരുമാനത്തിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കയറ്റുമതി നിലയ്ക്കുകയും ഉൽപാദനം തുടരുകയും ചെയ്യുന്നതോടെ എണ്ണ സംഭരിക്കാൻ ഇടമില്ലാതെ ഇറാൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് 12 മുതൽ 22 ദിവസത്തേക്ക് മാത്രമുള്ള സംഭരണശേഷി മാത്രമേ ഇനി ഇറാനിൽ അവശേഷിക്കുന്നുള്ളൂ. പ്രതിസന്ധി മറികടക്കാൻ MT നാഷ പോലുള്ള പഴയ ഗോസ്റ്റ് ഷിപ്പുകളെ കടലിൽ താൽക്കാലികമായ സംഭരണ കേന്ദ്രങ്ങളാക്കി ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തി തീർക്കുന്നത്. ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങാതെ തന്നെ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്നതാണ് അമേരിക്കയുടെ ശ്രമം. ഉപരോധം തുടരുന്നത് ഇറാനിയൻ കറൻസിയുടെ മൂല്യത്തകർച്ചയ്ക്കും പണപ്പെരുപ്പത്തിനും കാരണമാകും. ഇറാന്റെ വരുമാനം കുറയ്ക്കുന്നതിലൂടെ ഭരണകൂടത്തെ സമ്മർദ്ദത്തിൽ ആക്കാമെന്ന് ഇത് സൈനിക നീക്കത്തെക്കാൾ ഫലപ്രദമാകുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തലുകൾ.